ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദ് ദേവിയോട് പറയാണ്, തന്നോട് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നത്. എന്താ ആനന്ദേട്ടാ എന്നോട് പറയണ്ടെന്ന് വിചാരിച്ച കാര്യം എന്നോട് പറ എന്ന് ദേവി പറയട്ടോ. അപ്പോൾ ആനന്ദ് പറയും, അത് ഞാൻ ഈ വ്രതം എടുക്കുന്നത് നമ്മുടെ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല, തനിക്കും കൂടി വേണ്ടിയാ എന്ന് പറയും. എനിക്കും കൂടി വേണ്ടിയോ? എനിക്ക് വേണ്ടി ഒന്നും വ്രതം എടുക്കണ്ട ആനന്ദേട്ടാ. ആനന്ദേട്ടൻ എടുക്കുന്ന ഈ വ്രതത്തിൻ്റെ പുണ്യം മുഴുവനും നമ്മുടെ കുഞ്ഞിന് ലഭിച്ചാൽ മതി. ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് അതുകൊണ്ട് മാത്രമല്ലടോ. ഞാൻ ഏതൊക്കെയോ സാഹചര്യത്തിൽ തന്നെ ചെറുതായൊക്കെ പ്രാഗിയിട്ട് പോലും ഉണ്ട്. എൻ്റെ സ്നേഹത്തെ വിശ്വാസത്തെയൊക്കെ ചതിച്ച തന്നോട് ചില സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് അതിയായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ശാപവാക്കുകളൊന്നും തനിക്ക് മേൽ ഒരിക്കലും വീഴാതിരിക്കാനാണ് ഞാൻ ഈ വ്രതം എടുക്കുന്നത്. ഞാൻ തന്നെ ഒത്തിരിയൊക്കെ ശപിക്കുമ്പോഴും എൻ്റെ ഉള്ളിനുള്ളിൽ തന്നോട് സ്നേഹമാണ്. എനിക്കൊരു പരിധി വിട്ട് ഒരു മനുഷ്യരെയും വേദനിപ്പിക്കാൻ അറിയില്ലടോ. എൻ്റെ എന്തെങ്കിലും ശാപവാക്കുകളോ സങ്കടമോ നിന്റെ മേൽ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ കഠിനമായ വ്രതത്തിലൂടെ മാറിപ്പോകണം. നമ്മുടെ കുഞ്ഞിനും നിനക്കും നല്ലതേ വരാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്രതം എടുക്കുന്നതെന്ന് പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ ദേവിക്ക് സങ്കടം വരും. അപ്പോൾ ദേവി പറയും, എനിക്ക് മനസ്സിലാവും ആനന്ദേട്ടാ, എന്നെപ്പോലെ വിശ്വാസവഞ്ചന ചെയ്ത ഒരു പെൺകുട്ടിയോട് ആനന്ദേട്ടനായതുകൊണ്ട് ഇതുപോലെ ഇപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുകയും കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇത്രയ്ക്കും ദയൊന്നും എന്നോട് കാണിക്കത്തില്ല. ആനന്ദേട്ടൻ്റെ മനസ്സിൻ്റെ വലിപ്പം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ദേവി പറയൂട്ടോ. ആനന്ദ് പറയും, എനിക്കങ്ങനെ പരിധി കഴിഞ്ഞ് ആരെ വെറുക്കാനൊന്നും കഴിയില്ലടോ. തന്നെയും എനിക്ക് വെറുക്കാൻ സാധിക്കില്ല. തന്നോടും എനിക്ക് കുഞ്ഞിനോടൊപ്പം സ്നേഹം ഇടയ്ക്കൊക്കെ തോന്നുന്നുണ്ട്. അത് സത്യമായ കാര്യമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നീ എന്നോട് പറഞ്ഞ കള്ളങ്ങൾ ഓർക്കുമ്പം എനിക്ക് സങ്കടവും തോന്നും. അതേസമയം തന്നെ എൻ്റെ മനസ്സ് എന്തെങ്കിലും ഒരു ന്യായം തന്നെ സ്നേഹിക്കാൻ കണ്ടെത്തും. അങ്ങനെയാ ശരിക്കും പറഞ്ഞ ഒരു നൂൽപാലത്തിലൂടെയാണ് എൻ്റെ മനസ്സിപ്പോൾ സഞ്ചരിക്കുന്നത്. തന്നെ വെറുക്കാനും കഴിയാതെ പൂർണ്ണമായി സ്നേഹിക്കാനും കഴിയാതെ ഞാനിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ തന്നെ ഒരിക്കലും അകറ്റി നിർത്താൻ എനിക്ക് സാധിക്കില്ലടോ. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. അത് ഈ കുഞ്ഞുണ്ടായതുകൊണ്ട് മാത്രമല്ല, തന്നെ ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പോയതുകൊണ്ടാണ്. അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ ഒരു പരിധിക്കപ്പുറം വെറുക്കാനൊന്നും ഈ ആനന്ദിന് സാധിക്കില്ല എന്നൊക്കെ ആനന്ദ് പറയട്ടോ. അപ്പം നമ്മുടെ ദേവി പറയും, എനിക്ക് മനസ്സിലാവും ആനന്ദേട്ടൻ്റെ മനസ്സ്. എന്നെങ്കിലും പൂർണ്ണമായിട്ട് ഈ ദേവിയെ വിശ്വാസം വരുന്ന അന്ന് മനസ്സ് തുറന്ന് എന്നെ പഴയ പോലെ സ്നേഹിച്ചാൽ മതി. അല്ലാതെ ആനന്ദേട്ടൻ എന്നോട് ഒത്തിരി സ്നേഹം കാണിച്ചാൽ എനിക്കും കുറ്റബോധമേ തോന്നുള്ളൂ. ഞാൻ ഇനി ഒരിക്കലും ആനന്ദേട്ടനോട് ഒരു കള്ളങ്ങളും പറയില്ല. അതെൻ്റെ മനസാക്ഷിക്ക് ഞാൻ കൊടുക്കുന്ന ഉറപ്പാ എന്നൊക്കെ ദേവി പറയൂട്ടോ. ആനന്ദേട്ട, ഞാനും കൂടി വ്രതം എടുത്താലോ? ആനന്ദേട്ടനും ഈ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി വ്രതം എടുക്കുമ്പം ഞാൻ മാത്രം മാറി നിൽക്കുന്നത് അത് ശരിയല്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ എന്തോ വലിയ ദോഷം വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. അത് മാറ്റാൻ ഞാനും കൂടി ചെയ്യാം. അപ്പോൾ പറയും, താൻ അത് ചെയ്യുമൊന്നും വേണ്ട. തനിക്ക് ഇത് 1.5 മാസമാണ്. ഇങ്ങനെയുള്ള സമയം ആഹാരം ഒഴിവാക്കുന്നതേ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷം ചെയ്യും. അതുകൊണ്ട് താൻ പട്ടിണി ഒന്നും നിന്നുള്ള വ്രതം ഒന്നും വേണ്ട. തനിക്ക് വേണ്ട ആഹാരം അമ്മ സമയത്തിന് ഉണ്ടാക്കി തരും. താൻ അത് നിഷേധിക്കാതെ കഴിച്ചാൽ മാത്രം മതി. അല്ല ദേവി, അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തനിക്ക് ടെൻഷനുണ്ടോ എന്ന് ചോദിക്കുകയെ. അങ്ങനെ ഒരു കാര്യം കേട്ടാൽ ആർക്കായാലും ദുഃഖം ഉണ്ടാവില്ലേ ആനന്ദേട്ടാ? അന്നാ കാക്കാത്തി അക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷനായതാ. ഇപ്പം അമ്മയും മീനും അമ്പലത്തിൽ പോയി വന്നപ്പോഴും പോറ്റിയും ഇത് തന്നെയല്ലേ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിന് എന്തോ ദോഷം വരുന്നുണ്ടെന്ന്. അപ്പോൾ ആനന്ദ് പറയും, എന്ത് ദോഷമാണേലും അത് തന്നെയും കുഞ്ഞിനെയും ബാധിക്കാതിരുന്നാൽ മതി. അങ്ങനെ തനിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ദോഷം വരുന്നത് മുഴുവനും എനിക്കായിട്ട് കിട്ടിയാൽ മതി എന്ന് ആനന്ദ് പറയട്ടോ. അപ്പോൾ ദേവി പറയും, എന്തൊക്കെയാണ് ആനന്ദേട്ട ഈ പറയുന്നത്? ആനന്ദേട്ടന് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കും ആനന്ദേട്ടന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊന്നും അറം പറ്റുന്ന വർത്താനം പറയരുത് ആനന്ദേട്ട എന്ന് ദേവി പറയൂട്ടോ. അപ്പം ദേവിയോട് ആനന്ദ് പറയും, താൻ അതും ഇതൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. താൻ പോയി കിടക്കാൻ നോക്ക്. ഈ സമയത്ത് ഉറക്കവും കറക്റ്റായിട്ട് വേണം. അതുകൊണ്ട് ഒത്തിരി ചിന്തിക്കാതെ കിടക്കാൻ നോക്ക്. നാളെ അമ്മ ആഹാരമൊക്കെ തനിക്കുണ്ടാക്കി തരും. അതൊക്കെ കഴിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം. അല്ലാതെ ഈ വക കാര്യങ്ങളൊക്കെ ചിന്തിച്ച് താൻ ടെൻഷൻ അടിക്കരുത് എന്നൊക്കെ പറയൂട്ടോ. അങ്ങനെ ദേവിയും പോയി കിടക്കാനായിട്ട് നോക്കുകയാണേ. അതേസമയം നമ്മുടെ കൃഷ്ണമംഗലത്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തൊട്ട് അച്യുതൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. അപ്പം അങ്ങോട്ട് രാജശ്രീയും ആലോകും വരും. എന്താ അച്ഛാ അച്ഛൻ്റെ തീരുമാനം? ഇങ്ങനൊരു കാര്യം നമ്മൾ അറിഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പറ്റണോ? അവർ ഈ പൂജ നടത്തരുത് അച്ഛാ, അത് തന്നെയാണ് വേണ്ടത് എന്ന് ആലോക് പറയൂട്ടോ. അപ്പം അച്യുതൻ പറയും, അതെ, ഈ അഗ്നിപൂജ എന്ന് പറയുന്നത് അത്ര നിസ്സാര പൂജയൊന്നുമല്ല. ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തൊക്കെ ഇങ്ങനത്തെ പൂജയെപ്പറ്റി പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. വളരെ കഠിനമായ പൂജയാണ്. ആ പൂജയ്ക്ക് വേണ്ടി വ്രതമെടുക്കുമ്പം എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ പോലും
അത് പൂജയെ ബാധിക്കും. അങ്ങനെയുള്ളപ്പം അവർ ഈ പൂജ ശരിക്കും നടത്താൻ പാടില്ല എന്ന് പറയുകയാണേ. അപ്പം രാജശ്രീ പറയും, ഇപ്പോഴും ഗോമതിയുടെ പേരിൽ കിടക്കുന്ന വിൽപ്പത്രം നമ്മളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അച്ചുവേട്ടാ, അത് അച്ചുവേട്ടന് ഒരിക്കലും മറക്കരുത് എന്ന് പറയുകയാണേ. അപ്പോഴത്തേക്കും അച്യുതൻ പറയും, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് രാജശ്രീ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഈ പൂജയ്ക്ക് അവരങ്ങ് പോകുമ്പം ഈ പൂജ ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും ആക്കി തീർക്കണം. ഗോമതിയായി ഈ പൂജ ചെയ്യേണ്ടത്, അവളാണല്ലോ ആ കുടുംബത്തെ ഗ്രഹനാഥ. അങ്ങനെയുള്ളപ്പം അവൾ ഈ പൂജ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ദോഷങ്ങളെല്ലാം തുടരും. അതുമാത്രമല്ല, ഗോമതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വിൽപ്പത്രം അസാധുവായി പോകും, പിന്നെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശി നമ്മൾ തന്നെയായി മാറും എന്നൊക്കെ അച്യുതൻ പറയാണ്. അത് കേൾക്കുമ്പോൾ ആലോക രാജശ്രീയും പരസ്പരം നോക്കുക. അപ്പം രാജശ്രീ ചോദിക്കും, അച്ചുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പം അച്യുതൻ പറയും, അല്ലെങ്കിൽ വേണ്ട, സ്വന്തം രക്തമായി പോയില്ലേ, അവളുടെ ജീവൻ എടുക്കാൻ എൻ്റെ കൈയൊന്ന് വിറയ്ക്കും. ഒന്നുമല്ലേലും ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നവളല്ലേ ഞാനും അവളും ഒക്കെ, എന്നെ ചേട്ടാന്ന് അവളല്ലേ ആദ്യം വിളിച്ചത്. അങ്ങനെയുള്ളപ്പം അത്രയ്ക്കും വലിയ ക്രൂരത കാണിക്കാൻ ഈ അച്യുതന് സാധിക്കുന്നില്ല. കൂടപ്പിറപ്പായി പോയി എന്നുള്ളൊരു ദയ ഞാനിപ്പോൾ അവൾക്ക് കൊടുക്കുക. പക്ഷേ എപ്പോഴും അതെന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. മറ്റെന്തെങ്കിലും വഴി ആ വിൽപ്പത്രം നമുക്കിടെ കയ്യിൽ തന്നെ കിട്ടണം, നമ്മുടെ പേരിലാക്കുകയും വേണം എന്ന് പറഞ്ഞ് അച്യുതൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം ആലോക് പറയും, അച്ഛന് പെട്ടെന്ന് പെങ്ങളോടൊരു സ്നേഹം വന്നു, അതിൻ്റെയായി കാണുന്നത്, അല്ലെങ്കിൽ അപ്പച്ചനെ തീർത്ത് കളയാൻ തന്നെ അച്ഛൻ തീരുമാനിച്ചതാ. പക്ഷെ പെട്ടെന്ന് രക്തബന്ധത്തിൻ്റെ പവർ അങ്ങ് കയറി, അതുകൊണ്ടാ പെട്ടെന്ന് അത് വേണ്ടെന്ന് വെച്ചത് എന്ന് രാജശ്രീയോട് പറയും കേട്ടോ. അപ്പം രാജശ്രീ പറയും, അത്രയ്ക്ക് വലിയ കാര്യമൊക്കെ ചെയ്യണോ ആലോകെ എന്ന് ചോദിക്കുക. അമ്മേ, ഇത് നമുക്ക് കിട്ടിയൊരു സന്ദർഭമാണ്, അവർക്ക് ഈ പൂജ ശരിക്കും ചെയ്യാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അങ്ങനെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണമംഗലത്തുകാർക്ക് മേൽ ദേവമംഗലത്തുകാർ നേടുന്ന വിജയവാ. അങ്ങനെ നമ്മളെ തോപ്പിച്ചുകൊണ്ട് അവരൊരു വിജയവും കൈവരിക്കേണ്ട, നമുക്കിതെങ്ങനെയെങ്കിലുമൊക്കെ തടയണം എന്ന് പറയാണ്. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എപ്പോഴെങ്കിലും അവരുടെ മുന്നിൽ ജയിക്കാൻ സാധിക്കുന്നുണ്ടോ? ആദ്യം അപ്പച്ചി പിണങ്ങി വന്ന് ഇവിടെ നിന്നു, അപ്പോഴേലും നമ്മുടെ വഴിക്ക് കാര്യങ്ങൾ കൊണ്ടുവരാമെന്ന് നമ്മൾ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അതിനുശേഷം കൊച്ചച്ഛൻ്റെ കല്യാണം നമ്മുടെ ഇഷ്ടപ്രകാരം നടത്തി. പക്ഷേ ആ സ്ത്രീ എന്ത് ചെയ്തു? ഇവിടെ വന്ന് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് വീണ്ടും നമ്മളെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തി. പക്ഷെ ഇതങ്ങനെയല്ല, ഈ പൂജ അവർ ശരിക്കും ചെയ്യാൻ പാടില്ലമ്മേ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, അത്ര കഠിനമായ വ്രതമാണത്രേ അഗ്നിപൂജ, അതിലെന്തെങ്കിലുമൊക്കെ മുടക്ക് സംഭവിക്കണം. അങ്ങനെ വന്നാലേ ദേവമംഗലത്തുകാർ കരയുള്ളൂ, അത് കാണാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പം രാജശ്രീ പറയും, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട് അവർ നാണം കെട്ടി നിൽക്കുന്നതും കരയുന്നതും ഒക്കെ കാണാം. പക്ഷേ ദൈവത്തിൻ്റെ കാര്യമാണ്, അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണോടാ എൻ്റെ പൊന്നമ്മേ. അമ്മ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ദൈവകാര്യം പോലും ഇതൊക്കെ ഇപ്പം നല്ല ഒന്നന്തരം ബിസിനസ്സാണ് അമ്മ, അത് വിട്. എന്തായാലും അവർ ഈ പൂജ ചെയ്യാൻ പാടില്ല, അത് മുടക്കണം, അവരുടെ സമാധാനം പോകണം, അതുമാത്രം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ആലോകും അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം രാജശ്രീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാം. അതേസമയം നമ്മുടെ അച്യുതൻ നേരെ പോയിട്ട് ഒരു കൂട്ടുകാരനെ ഫോൺ വിളിക്കുകയാണ്. എടോ ഹരീന്ദ്ര, താനിപ്പം എവിടെയാ, തനിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹരീന്ദ്രൻ പറയും, അല്ല ഇത് അച്യുതൻ സാറോ? സാറെന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പും ഇല്ലാത്തൊരു വിളി? അങ്ങനെ വിളിക്കാറൊന്നും ഇല്ലല്ലോ. സാറിന് ഞാൻ മറക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഈ ഹരീന്ദ്രന് ഒരു പൊതുജീവൻ നൽകിയ ആളല്ലേ എൻ്റെ അച്യുതൻ സാറ്, അത് ജന്മം ഞാൻ മറക്കില്ല. ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് സാർ ഒറ്റ ഒരാളാണ് കാരണം എന്ന് പറയാം. താൻ അതൊക്കെ വിടടോ. അല്ല, താനിപ്പോൾ എവിടെയാ? ഞാൻ കേട്ടായിരുന്നു താൻ ഏതോ ഒരു ദേവിമല ക്ഷേത്രത്തിലെ മാനേജരാണെന്ന്. അതെ സാർ, വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ദേവിമല. ഇവിടെ ഇപ്പം മാനേജരായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വരാറുണ്ട് പൂജയ്ക്കും കർമ്മത്തിനും ഒക്കെ. സ്വാമിപ്പോറ്റി എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവിടെ. സ്വാമിപ്പോറ്റിയോ? അതെ, വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി. അതുമാത്രമല്ല, വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ജ്യോതിഷ പണ്ഡിതനും കൂടി അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നോക്കി രാശി പറയാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും ഒക്കെ ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് എന്ന് ഹരീന്ദ്രൻ പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും അച്യുതൻ ചോദിക്കും, അല്ല ഇന്നലെ അവിടെ ആരെങ്കിലും വന്നിരുന്നോ? വന്നിരുന്നു, വളരെ ദൂരത്തു നിന്നാണ് പറഞ്ഞേ. ഒരു സ്ത്രീയും അവരുടെ മോളും വന്നിരുന്നു. അവരുടെ കുടുംബത്തിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ടത്രേ. എന്തായാലും സ്വാമിപ്പോറ്റിയെ കണ്ടിട്ടുണ്ട് അവർ. അദ്ദേഹം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പറഞ്ഞു കൊടുത്തു. അഗ്നിപൂജ ചെയ്യാനാണ് പറഞ്ഞതത്രേ. അവർ നാളെയെങ്ങാണ്ട് എല്ലാവരും വ്രതമൊക്കെ എടുത്ത് വരുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞ് എന്ന് പറയാം. എന്താ സാറെന്താ വിളിച്ചത്? സാറിന് എന്തെങ്കിലും സഹായം വേണോ? എന്തെങ്കിലും പൂജയോ വഴിപാടോ എന്തെങ്കിലും നടത്തുന്ന കാര്യത്തിനാണോ എന്നെ വിളിച്ചത്? എന്തുണ്ടെങ്കിലും പറയാൻ മടിക്കേണ്ട.
വേണ്ട, ഇനിയിപ്പം സാമിപ്പോറ്റയുടെ അപ്പോയിൻമെൻറ്റ് വേണോ? ഞാൻ എൻ്റെ കെയർ ഓഫിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കാണാനുള്ള സൗകര്യം സാറിനും കുടുംബത്തിനും ഒരുക്കി തരാം. എന്ത് കാര്യത്തിന് സാർ വിളിച്ചത് ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് പറയാം. എടോ, ഇപ്പം താനൊരു അമ്മയുടെ മകളുടെയും കാര്യം പറഞ്ഞില്ലേ, അത് അമ്മയും മകളും ഒന്നുമല്ല, അമ്മയും മരുമകളുമാണ്. ഗോമതി, ആ മരുമകള് മീനാക്ഷി, എൻ്റെ സ്വന്തം പെങ്ങളായി ഈ പറഞ്ഞ ഗോമതി. അതെയോ, അവർക്ക് പൂജയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറയാനാണോ സാറ് വിളിച്ചത്? അത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചെയ്യും. എടോ, അതിനൊന്നും അല്ല ഞാൻ വിളിച്ചത്. അവരാ പൂജ ശരിക്കും ചെയ്യാൻ പാടില്ല, അത് പറയാനാ ഞാൻ തന്നെ ഒന്ന് ഫോൺ വിളിച്ചത്. പൂജ ചെയ്യാൻ പാടില്ലെന്നോ? അതെ, അഗ്നിപൂജ അവർ നല്ല വ്രതത്തോടു കൂടി വന്നാൽ പോലും അത് വൃത്തിയായി ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ അതിന് സൃഷ്ടിക്കണമെന്ന്, അത് മുടങ്ങണമെന്ന് അവർ സന്തോഷത്തോടെ മടങ്ങി ഇനി വീട്ടിലേക്ക് വരാൻ പാടില്ല. അതാണ് താൻ ചെയ്തു തരേണ്ടത്. അയ്യോ അച്യുതൻ സാർ എന്തൊക്കെയായി പറയുന്നേ? ദൈവദോഷം പ്രവർത്തിക്കുമോ? ഞാൻ ഈ അമ്പലത്തിൽ ജോലി ചെയ്തുകൊണ്ട് എങ്ങനെയാ സാറേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എടോ, താനേ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഒരിക്കൽ താനും തൻ്റെ കുടുംബവും എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് മരിക്കാൻ തയ്യാറായി നിന്നപ്പം ഈ പറഞ്ഞ ദൈവമൊന്നും തന്നെ രക്ഷയ്ക്ക് വന്നില്ല, അത് ഓർക്കണം. ഈ അച്യുതന എല്ലാവരെയും എതിർത്ത് തന്നെയും കുടുംബത്തെ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്തി നിങ്ങളെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്, അത് ഓർക്കുന്നത് നല്ലതാ. അങ്ങനെയുള്ള എനിക്ക് ഇന്ന് വരെ നീ ഒരു സഹായം പോലും ചെയ്ത് തന്നിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, അതിൻ്റെ ആവശ്യവും എനിക്കില്ല. ഒരു സഹായം നീ ചെയ്യണമെന്ന് കരുതിയൊന്നും അല്ല ഞാൻ നിന്നെ സഹായിച്ചതും. പക്ഷേ ഇപ്പോൾ എനിക്കൊരാവശ്യമുണ്ട്, അത് നീ ചെയ്തു തരണം. ഞാൻ നിനക്ക് ചെയ്ത പ്രതിഫലമൊന്നും നീ കരുതുവാണെങ്കിൽ അങ്ങനെ കരുതിക്കോ, പക്ഷേ ഈ കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് ഹരീന്ദ്രനോട് നിർബന്ധമായിട്ട് അച്യുതൻ പറയാം. അത് കേൾക്കുമ്പോൾ ഹരീന്ദ്രൻ പറയും, ശരി സാർ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. എനിക്ക് ദൈവത്തെ പോലെയാണ് സാറ്, ഒരു ജീവിതം നൽകിയത് സാറാ. ആ സാർ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം അതിൻ്റെ ശരിതെറ്റുകളെ പറ്റിയൊന്നും ഈ ഹരീന്ദ്രൻ നോക്കില്ല. സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അച്യുതൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അതെല്ലാം അതേപടി തന്നെ ചെയ്തോളാം എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യാണ്. അപ്പം അതിലെന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഹരീന്ദ്രൻ വാക്ക് കൊടുക്കുക. ആ കുടുംബം ഇവിടെ വന്നിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങി പോവില്ല. അവരുടെ പൂജകളെല്ലാം വേണ്ടതുപോലെ ഞാൻ മുടക്കിക്കോളാം എന്ന് ഉറപ്പിന്മേൽ ഫോൺ കട്ട് ചെയ്യുക. അപ്പം അച്യുതനും ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അതേസമയം രാവിലെ തന്നെ ദേവമംഗലത്ത് ഗോമതിയാണെങ്കിൽ നമ്മുടെ ദേവിക്ക് വേണ്ടി ആഹാരമൊക്കെ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ട് വെക്കുക. മീനു അവളുടെ ജോലിയൊക്കെ ആയിട്ട് ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. പെട്ടെന്നാണ് അങ്ങോട്ട് സുകന്യ വരുന്നത്. ചേച്ചി ചായ ആയില്ലേ എന്ന് വിളിച്ചു പറയാം. അപ്പോൾ സുകന്യയുടെ ചോദ്യവും പറച്ചിലൊക്കെ കേൾക്കുമ്പം ഗോമതിയും മീനും പരസ്പരം നോക്കുക. എന്താ ചേച്ചി, നിങ്ങൾ രണ്ടും എന്നെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നത്? ഞാൻ ചായയെന്ന് തന്നെയല്ലേ ചോദിച്ചത്? അല്ല, സൗകന്യ ചേച്ചിക്ക് അൽഷിമേഴ്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന് മീനു ചോദിക്കും. എന്താ മീനു, രാവിലെ തന്നെ എന്നെ കളിയാക്കുവാണോ എന്ന് സുകന്യ അപ്പം ചോദിക്കും. അതുകൊണ്ടല്ല, ആ രോഗമുള്ളവർക്കാ സാധാരണ പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത്. ചേച്ചിക്ക് അതുണ്ടോ എന്നെനിക്കൊരു സംശയം, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ദേ ഗോമതി ചേച്ചി, ഇവള് രാവിലെ തന്നെ എന്നെ ഓരോന്നും പറയുന്ന കേട്ടില്ലേ? ചേച്ചിക്കൊന്നും പറയാനില്ലേ? അല്ല സുകന്യെ, നമ്മളെല്ലാവരും കൂടി ഇന്നലെ രാത്രി ഒരു തീരുമാനം എടുത്തായിരുന്നു. താനത് മറന്നു പോയോ? അതറിയാൻ വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ നിന്നേ എന്ന് ഗോമതിയും പറയും കേട്ടോ. അപ്പം സുകന്യെല്ലാം മറന്നേ? അല്ല, എന്താ ചേച്ചി എന്ന് ചോദിക്കും. അല്ല സുകന്യേച്ചി, ഇന്നലെ ഇവിടെ എല്ലാവരും വ്രതമെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ചേച്ചി അത് സമ്മതിച്ചതാ. ഇന്ന് ഈ കുടുംബത്തിലെ ആരും ദേവിയേച്ചി ഒഴിച്ച് ഒറ്റൊരാളും ആഹാരം കഴിക്കില്ല. നമ്മളെല്ലാവരും ഇന്ന് വ്രതത്തിലല്ലേ? അക്കാര്യം സുകന്യേച്ചി ഇത്ര പെട്ടെന്ന് മറന്നുപോയോ എന്ന് മീനു ചോദിക്കുക. അയ്യോ മീനു, എന്താ ഈ പറയുന്നേ? അക്കാര്യം ഞാൻ മറക്കേ, ഞാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ നിങ്ങളുടെ ഒപ്പം വ്രതം എടുക്കാമെന്ന്. അങ്ങനെയുള്ളപ്പം ഞാൻ അതിൽ തെറ്റുപറ്റിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊക്കെ അത് മറന്നുപോയോ, അതോ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണോ എന്നൊക്കെ ഞാൻ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തതല്ലേ, അല്ലാതെ ഞാനൊരിക്കലും മറന്നിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഗോമതി ശരിക്കും കേട്ടോ. അപ്പം മീനു ചോദിക്കും, ഓ സുകന്യേച്ചി ഞങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്തതായിരുന്നല്ലേ, ഇത് ശരിക്കുമുള്ള കാര്യമാണോ എന്ന് കരുതി. അല്ല, പൂജയായിട്ട് പിന്നെ ഗോമതി ചേച്ചി എന്താ ആഹാരമൊക്കെ കൊണ്ട് വെക്കുന്നേ? അതല്ലേ പറഞ്ഞത്, ദേവിയെടുത്തിക്കുള്ള ആഹാരമാണ് അമ്മ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് മീനു പറയും. ദേവിയെടുത്തിക്ക് പ്രഗ്നൻ്റ് അല്ലേ, ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം പെട്ടെന്ന് സുകന്യ പറയും, ഓ എങ്ങനെയും എൻ്റെ വിശപ്പെടുക്കാനുള്ളൊരു മാർഗം കിട്ടി, ഈ ആഹാരം എടുത്ത് കഴിക്കാം. ഗോമതി ചേച്ചി, ദേവിക്കുള്ള ആഹാരമേ ഞാൻ അവളെ കൊണ്ട് കഴിപ്പിക്കാം, ഞാൻ കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് അതും എടുത്തുകൊണ്ടങ്ങ് പോകാൻ തുടങ്ങുക. അപ്പോൾ പെട്ടെന്ന് മീനു ഫ്രണ്ടിലോട്ട് ചാടി വീഴും. എന്നിട്ട് പറയും, അയ്യോ സുകന്യ ചേച്ചി കൊണ്ട് കൊടുക്കണ്ട, ഞാൻ കൊണ്ട് കൊടുക്കാം. സുകന്യ ചേച്ചി എഴുന്നേറ്റത്തല്ലേ ഉള്ളൂ, രാവിലെ തന്നെ ബുദ്ധിമുട്ടുണ്ട എന്നും പറഞ്ഞ് ആ ഭക്ഷണമായിട്ട് മീനു അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ സുകന്യ ചവിട്ടി കുലുക്കി നിൽക്കും. അവളുടെ ഒരു സ്നേഹം, ഇനി ഞാൻ പട്ടിണി ഇരിക്കണോ, എന്ത് ചെയ്യും ഭഗവാനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം. അതേസമയം നമ്മുടെ മീനു ആഹാരമായിട്ട്
ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ദേവി ഇങ്ങനെ ബെഡ് കട്ടിൽ ചാരി ഇരുന്ന് ഉറങ്ങുക. ദേവിയെടുത്തി എന്നും പറഞ്ഞ് വിളിക്കും. ആ മീനു ദാ ആഹാരം. എന്താ എടത്തിക്ക് രാവിലെ നല്ല ക്ഷീണമുണ്ടോ? ചെറുതായിട്ട്. ഈ സമയം ക്ഷീണമൊക്കെ ഉണ്ടാവും. ആദ്യത്തെ 3 മാസം നല്ല ക്ഷീണവും ഛർദിയൊക്കെ ചിലർക്കുണ്ടാവും. അത് കഴിഞ്ഞ് 7 മാസം വരെ വലിയ കുഴപ്പമില്ല. പിന്നെ 7 മാസം കഴിഞ്ഞാൽ ചിലർക്ക് വീണ്ടും ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങുള്ളൂ എന്ന് പറയൂട്ടോ. അല്ല ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം എന്ന് പെട്ടെന്ന് നമ്മുടെ ദേവി ചോദിക്കേ. അതോ ഞാനാണെങ്കിൽ ദേവിയെടുത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിന് ഈ വക കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു പുസ്തകം മേടിച്ച് വായിച്ചു നോക്കിയായിരുന്നു. അതുമാത്രമല്ല എൻ്റെ ഓഫീസിൽ 2 സ്ത്രീകൾ ഗർഭിണികളാണ്. ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും തിരക്കും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. ദേവിയെടുത്തേക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ ചെയ്യണ്ടേ, ഇതൊക്കെ എൻ്റെ കടമയല്ലേ എന്ന് മീന് പറയും. അത് കേൾക്കുമ്പോൾ ദേവിക്ക് ഒരുപാട് സന്തോഷം വരികയാണേ. എന്തായാലും എൻ്റെ സ്വന്തം അനിയത്തി പോലും എനിക്ക് വേണ്ടി ഇത്രയൊക്കെ പ്രയത്നിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. നീ എനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ മീനു ചെയ്യുന്നേ, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയുകയാണേ. പെട്ടെന്ന് മീനു പറയും, അങ്ങനെയൊക്കെ എന്തിനാ ദേവിയെടുത്തി കരുതുന്നത്? ദേവിയെടുത്തി എനിക്കെൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ്. ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ സ്വന്തം കൂടപ്പിറപ്പുകളാവും. അങ്ങനെ കരുതാനാ എനിക്കിഷ്ടം എന്ന് പറയുകയാണേ. എന്തായാലും കൂടുതൽ നിന്ന് സംസാരിക്കാതെ ഈ ആഹാരം കഴിക്കാൻ നോക്ക് എന്ന് പറയാം. ഞാൻ കഴിക്കുന്നില്ല മീനു, നിങ്ങളെല്ലാവരും പട്ടിണി ഇരിക്കുമ്പം ഞാൻ മാത്രം എങ്ങനെ ആഹാരം കഴിക്കുന്നേ? എടുത്ത് ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഇപ്പം വിശക്കുന്നുണ്ടായിരിക്കും. അമ്മയൊന്നും കഴിച്ചില്ല, എനിക്ക് വിശക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ വാവ ഇപ്പം കരയുമായിരിക്കും. ദേവിയെടുത്ത് ഇതൊന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാ ആനന്ദ് അങ്ങോട്ട് വരുന്നത്. കണ്ടു ആനന്ദേട്ടാ, ഈ ദേവിയെടുത്ത് ഒന്നും കഴിക്കുന്നില്ല. നമ്മളൊക്കെ വ്രതമായതുകൊണ്ട് ഏടത്തിക്കും ഒന്നും വേണ്ടാന്ന്. ദേവി, നിന്നോട് ഞാൻ ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ എന്ന് ചോദിക്കുക. ഇത് ആരോ രാവിലെ ഉണ്ടാക്കിയതെന്ന് നിനക്കറിയാലോ, നമ്മുടെ അമ്മയ്ക്ക് വ്രതം എടുത്ത് നല്ല ക്ഷീണം കാണും. എന്നിട്ടും നിനക്ക് വേണ്ടി നീ പട്ടിണി ഇരിക്കാതിരിക്കാൻ അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി തന്നു വിടുമ്പോൾ നീ ഇത് കഴിക്കാതിരുന്ന നമ്മുടെ അമ്മയെ കൂടി അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്ന് ആനന്ദ് ചോദിക്കും. എന്നാലും അപ്പം ദേവിയെടുത്തിയോട് നമ്മുടെ മീനും പറയും, എടുത്ത് ഒന്നും വിചാരിക്കണ്ട, ഞങ്ങളൊക്കെ വ്രതം എടുക്കുക. എടുത്തിക്കത് പറ്റാത്ത സാഹചര്യമായിട്ടല്ലേ, എടുത്ത് സമാധാനത്തോടെ കഴിക്കാൻ നോക്ക്. രാവിലെ എഴുന്നേറ്റ് എടുത്തിക്ക് വേണ്ടി അമ്മ വ്രതം എടുത്തിട്ടും എല്ലാം ഉണ്ടാക്കി തന്നതല്ലേ. ഏട്ടൻ പറഞ്ഞതുപോലെ ഇത് കഴിക്കാതിരുന്ന അമ്മയ്ക്ക് എന്ത് സങ്കടം വരും. അതുകൊണ്ട് ഒന്നും ചിന്തിക്കേണ്ട, എടുത്ത് ഈ ആഹാരം കഴിക്കുക കേട്ടോ എന്ന് മീനും കൂടി നിർബന്ധിക്കുക. അപ്പം നമ്മുടെ ദേവി ആ ആഹാരമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.